സാരി ഉടുത്തുള്ള ദേവുവിൻ്റെ വരവ് റോയിച്ചിൻ്റെ കണ്ണുകൾക്ക് കുളിർമയേകി എന്ന് തന്നെ പറയാം. എടോ, ഇതെന്താ ഈ വേഷത്തിൽ? ആ ചുരിദാറൊക്കെ നനഞ്ഞില്ലേ, അതാ സാരി ഉടുത്തെ. ആ, തനിക്ക് സാരിയ കൂടുതൽ ചേർച്ച എന്ന് ഒരു കള്ളച്ചിരിയോട് റോയിച്ചൻ പറഞ്ഞു. റോയിച്ചൻ്റെ ആ പറച്ചിൽ കേട്ട് നമ്മുടെ ദേവുവിന് ചെറിയ നാണമൊക്കെ വന്നു കേട്ടോ. രാത്രിയിലെ അത്താഴം ഒരുമിച്ച് കഴിച്ച് ഒരുപാട് സംസാരിച്ച് അവർ റൂമിലേക്ക് പോയി കിടക്കുമ്പോഴും രണ്ടോളുടെ മനസ്സിൽ ഇന്ന് അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് ആ ടെറസിലെ സംഭവം. രണ്ടാൾക്കും എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഇന്ന് പകൽ പെട്ടെന്ന് കടന്നുപോയ പോലെ തോന്നി റോയിച്ചന്. ദേവുവിനും മറിച്ചായിരുന്നില്ല. കുറച്ചു നേരം കൂടി ദേവുവിൻ്റെ അടുത്ത് പോയിരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് റോയിച്ചൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷെ എന്തു പറഞ്ഞു പോയി ദേവുവിനെ വിളിക്കും? രാത്രിയിൽ അവൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്നുള്ള ഭയം റോയിച്ചനുണ്ടായിരുന്നു. അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ എൻ്റെ കൃഷ്ണ എന്നൊരു നിലവിളി, ദേവുവിൻ്റെ അത് കേട്ടതും റോയിച്ചൻ ഓടി ദേവുവിൻ്റെ റൂമിലെത്തി. എന്താടോ, എന്താ നീ നിലവിളിച്ചേ? അത് എനിക്ക് ഇരുട്ട് പേടിയാ, കൂടാതെ ഇടിമിന്നലും. അത് കേട്ടതും റോയിച്ചൻ ദേവുവിനെ സമാധാനിപ്പിച്ചു. താൻ പേടിക്കേണ്ടടോ എന്ന് പറഞ്ഞ് റോയിച്ചൻ റൂമിൽ മെഴുകുതിരി കത്തിച്ചു. തനിക്ക് പേടിയാണെങ്കിലേ നമുക്കിന്ന് ഹോളിൽ കിടക്കാം. താൻ സോഫയിൽ കിടന്നു, തനിക്ക് ഓക്കെ ആണെങ്കിൽ കേട്ടോ. അയ്യോ സർ, സാറിനത് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാണ്, എന്നാലും സാരമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. താൻ വായോ എന്ന് പറഞ്ഞ് റോയിച്ചൻ ഹോളിലേക്ക് നടന്നു. പിന്നാലെ ദേവു. രണ്ടാളും ഓപ്പോസിറ്റായി വന്നിരുന്നു. ഒരു മെഴുകുതിരി വട്ടം മാത്രമായിരുന്നു അവിടുത്തെ വെളിച്ചം. അത് മാത്രമാണെങ്കിലും രണ്ടാളും ആ വെളിച്ചത്തിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിൻ്റെ കാഴ്ചയിൽ വളരെ മനോഹരമായി തോന്നി. അവർ പരസ്പരം കൺചിമാതെ നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നടത്തിത്തരാൻ പ്രപഞ്ചം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറയാറില്ലേ? അത് ഇവരുടെ കാര്യത്തിൽ സത്യമായി. മഴയും കരണ്ടും ഇടിയും മിന്നലും പിന്നെ നമ്മുടെ അമ്മച്ചിയും റോണിയും എല്ലാവരും ദേവിൻ്റെയും റോയിച്ചിൻ്റെയും കൂടെയാ. പക്ഷേ കസ്റ്റമർ കെയർ ചതിച്ച പോലെ ഇലക്ട്രിസിറ്റിയും ചതിക്കാതിരുന്നാൽ മതിയായിരുന്നു. ദേവ് റോയിച്ചനോട് ചോദിച്ചു. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ താൻ. സാർ എപ്പോഴാ പാട്ട് പഠിച്ചേ? സത്യം പറഞ്ഞാലേ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പിന്നെങ്ങനെയാ സർ ഇത്ര നന്നായി പാടിയേ? അത്ര നന്നായിട്ടൊന്നും ഇല്ല, തനിക്ക് തോന്നുന്നതാ. ഇതാണോ താൻ ചോദിക്കാൻ വന്ന കാര്യം? അല്ല സർ, ഞാൻ ചോദിക്കാം, ബട്ട് എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോൾ ദേഷ്യപ്പെടാനുള്ള കാര്യമാലേ. എന്തായാലും താൻ ചോദിച്ചോ. എൻ്റെ മാലാഖയോട് ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാനാ എന്ന് റോയിച്ചൻ മനസ്സിൽ പറഞ്ഞു. അതില്ലേ, ഞാൻ സാറിൻ്റെ ഓഫീസിൽ വരുന്നതിന് മുമ്പ് സാറിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കേട്ടറിഞ്ഞ ചെകുത്താൻ വക്കീൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ ചെകുത്താൻ വക്കീലും അമ്മച്ചിയുടെ ഈ റോയിച്ചനും തമ്മിലെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യത്യാസമുണ്ട്. ദേവുവിൻ്റെ ആ പറച്ചിൽ കേട്ടതും റോയിച്ചൻ ചിരിച്ചു. അതേടോ, ആ ചെകുത്താൻ വക്കീലും ഈ റോയിച്ചനും തമ്മിലെ നല്ല വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാ ആ വ്യത്യാസം എന്ന് തനിക്കറിയോ? ചെകുത്താൻ ചിരിച്ചതിന് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതകളാ. ആ പലരും എന്നിൽ വീഴ്ത്തിയ മുറിവുകളാ. എന്നാലേ അതിനൊക്കെ മായ്ച്ചു കളയാൻ പറ്റുന്ന തരത്തിലെ ഒരാൾ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അയാളുടെ പ്രസൻസാ എൻ്റെ ഈ ചേഞ്ചിന് കാരണം. ഇത് കേട്ടതും ഒരേ സമയം സന്തോഷവും സങ്കടവും വന്നു ദേവുവിന്. കാരണം റോയിച്ചൻ പറഞ്ഞ ആ ആൾ താനാണെങ്കിലോ എന്നാലോചിച്ചുള്ള സന്തോഷവും അല്ലെങ്കിലോ എന്നാലോചിച്ചുള്ള സങ്കടവും. താനെ അമ്മച്ചിയോട് ഇതൊന്നും പറയില്ല കേട്ടോ. ഞാൻ ആ ആളോട് പറഞ്ഞിട്ടില്ല. അയാളോട് പറഞ്ഞിട്ടും അയാൾക്ക് എൻ്റെ ജീവിതത്തിൽ പെർമനൻ്റ് ആവാൻ ഇഷ്ടമുണ്ടെങ്കിൽ അമ്മച്ചിയോട് പറയാ പറഞ്ഞിട്ടാ. റോയിച്ചൻ പറയാതെ തന്നെ ദേവുവിനോട് അവൻ്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തനിക്ക് നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കോ? അതെ, ഒരു സർപ്രൈസ്. താൻ നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുമോ? എവിടെയാ സാർ? ഒരു സ്ഥലത്തേക്കെന്നേ, വരാൻ പറ്റുമോ? അവൻ്റെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾ സമ്മതം മൂളേണ്ടി വന്നു.